രാഷ്ട്രീയക്കാരെന്ന നിലയിൽ സരസ്വതിയമ്മയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനല്പം തിരക്കിലാണ്, ഒരു മീറ്റിംഗ് ഉണ്ട്. എന്നാലും മുമ്പ് അവരുടെ നാടകം കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു അവർ സിനിമയിലെത്തുമെന്നും അവാർഡ് കിട്ടുമെന്നും. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നാട്ടുകാരെന്ന നിലയിൽ സരസ്വതിയമ്മക്ക് അവാർഡ് കിട്ടിയതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? നാട്ടുകാരനെന്ന നിലയിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സരസ്വതി അമ്മക്ക് ഇതിനു മുൻപേ അവാർഡ് കിട്ടേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ കിട്ടിയതിൽ എനിക്കും എന്റെ നാട്ടുകാർക്കും വളരെയധികം അഭിമാനമുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ അമ്മയ്ക്ക് അവാർഡ് കിട്ടിയതിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഈ വിജയം ഞങ്ങളുടെ വിജയമായിട്ടാണ് കാണുന്നത്. ഇനിയും നല്ല സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടട്ടെ എന്നും നല്ല നല്ല പുരസ്കാരങ്ങൾ കിട്ടട്ടെ എന്നും ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അമ്മയ്ക്ക് ഈ അവാർഡ് വൈകി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? വൈകി എന്നെനിക്ക് തോന്നുന്നില്ല. വിധി എനിക്കൊരു വേഷം സമ്മാനിച്ചു, പ്രേക്ഷകർ അത് അംഗീകരിച്ചു, ജൂറി എനിക്ക് അവാർഡും തന്നു. സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആരാണ്? പത്രത്തിൽ നിന്നാണ്. സരസ്വതി അമ്മ ഒന്ന് വിളിക്കാം. സരസ്വതി അമ്മ കുറച്ച് തിരക്കിലാണല്ലോ. വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരി, ഞാൻ പറയാം. ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, ഇന്നലെ വിളിച്ച ആളാണല്ലേ? വരൂ, അകത്തേറിയിരിക്കും. നമുക്കൊന്ന് തുടങ്ങാം അല്ലേ? ആ, അത് ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഈ സിനിമയിൽ അഭിനയിച്ച പുതുമുഖങ്ങളല്ലേ? അതെ, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. രണ്ടുപേരും വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ. സരസ്വതി അമ്മയുടെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായ അനുഭവം രണ്ടുപേരും ഒന്ന് പങ്കുവയ്ക്കാമോ? സരസ്വതി അമ്മ മുഖേനയാണ് ഞങ്ങൾ ഈ സിനിമയിൽ എത്തുന്നത്. സാർ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടുപേരും നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്ന്. അതിന്റെ ഫുൾ ക്രെഡിറ്റും സരസ്വതി അമ്മയ്ക്കാണ്. സെറ്റിൽ വെച്ച് പുതുമുഖങ്ങളെ പോലെ അല്ല സരസ്വതി അമ്മ ഞങ്ങളോട് പെരുമാറിയത്, സ്വന്തം അമ്മയെ പോലെയാ. തീർച്ചയായും ഓരോ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോഴും സരസ്വതി അമ്മ ഞങ്ങളേത് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചിരുന്നു. അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയരഹസ്യവും. സോറി, ഞാൻ കുറച്ച് താമസിച്ചല്ലേ. ഇരിക്കു മക്കളെ. അന്ന് ഇനി നമുക്ക് തുടങ്ങാല്ലേ? തീർച്ചയായും. ഇന്നത്തെ സരസ്വതി അമ്മയെ കുറിച്ചല്ല പ്രേക്ഷകർ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത്. പഴയ സരസ്വതി അമ്മയെ കുറിച്ചാണ്. ഇവർക്ക് പോലും അറിയില്ല പഴയ സരസ്വതി അമ്മയെ. ഒന്ന് പറയാമോ? പിന്നെന്താ, ഞാനൊരു നാടക നടിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. നാടകത്തിലൂടെയാണ് ഞാൻ ജീവിച്ചത്. എന്റെ ഭർത്താവും ഞാനും ആ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന് സുഖമില്ലാതായി, കിടപ്പിലായി. നാടകം കുറവ്. വേറെ സിനിമാ ജീവിതത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. പലപ്പോഴും അവിടെ ചെന്നിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴോ അവരെനിക്ക് പകരം വേറെ ആളെ എടുക്കും. അങ്ങനെ തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ വഴികളും മുട്ടി. നാടകത്തിൽ നിന്ന് എങ്ങനെയാണ് സിനിമയിലെത്തിയത്? അത് നാടകത്തിലും ചാൻസ് ഇല്ല, സിനിമയിലും ചാൻസ് ഇല്ലാതെ വന്നു. ഒരു ഗത്യന്തരവും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയില എന്റെ ഭർത്താവ് മരിച്ചത്. പിന്നെ ഞാൻ എന്തിനു ജീവിക്കുന്നു
എന്നായി. അങ്ങനെ ജീവിച്ചു ഗത്യന്തരമില്ലാതായപ്പോ ഞാൻ ആത്മഹത്യയുടെ വക്കത്തെത്തി. ഞാൻ മരിക്കാൻ ഉദ്ദേശിച്ചന്ന് പെട്ടെന്നാണ് ആ ഫോൺ വിളി. ആ ഫോൺ വിളി. ഹലോ ഹലോ, സരസ്വതി ചേച്ചിയല്ലേ? ആ അതെ. ആ, എന്റെ പേര് ലാലെന്ന. ആ എന്റെ അടുത്ത പടത്തില് ചേച്ചിയാണ് മെയിൻ വേഷം ചെയ്യുന്നത്. ചേച്ചി കേൾക്കുന്നുണ്ടോ? ഏ ആ, ചേച്ചിയാണ് മെയിൻ വേഷം ചെയ്യുന്നതെന്ന് എന്റെ അടുത്ത പടത്തില്. ആ ഉവ്വ്. ആ, അപ്പൊ തീർച്ചയായിട്ടും ചേച്ചി വരണം. പ്രൊഡക്ഷൻ കൺട്രോളർ കാറുമായിട്ടെത്തും. ഈ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് നല്ലൊരു നടിയെ കിട്ടും, തീർച്ച. ചേച്ചി ചേച്ചി ഓക്കെ അല്ലേ? വരൂ. ആ, അപ്പൊ ശരി എന്നാ. ഓക്കെ. ശരി. സരസ്വതിയമ്മ എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാൻ അന്നത്തെ ആ ഫോൺ വിളിയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഒരു 2 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു, ഈ അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു. ഞാൻ ഒരു മുഴം കയറിൽ തൂങ്ങിയേനെ, എന്റെ ജീവിതം അവസാനിക്കുമായിരുന്നു. എങ്ങനെ ആ ഫോൺ വിളിച്ച ആളോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. സംസ്ഥാന അവാർഡ് കിട്ടിയ സരസ്വതി അമ്മയ്ക്ക് ഇവരെ പോലെയുള്ള പുതുമകൾ കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? കലയായാലും ജീവിതമായാലും ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകണം, തളരാതെ മുന്നോട്ട് പോകണം. അതാണ് ഏതൊരു കലാകാരന്റെയും വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യം. അതെല്ലാവരും മനസ്സിലാക്കിയിരുന്ന മാത്രം മതി. ഇത്ര നേരം സഹകരിച്ച സരസ്വതി അമ്മയ്ക്കും കുടുംബത്തിനും ഒരുപാട് ആശംസകൾ അർപ്പിക്കുകയാണ്. അതേപോലെ ഇനി ഒരുപാട് സിനിമകളിൽ ധാരാളം നല്ല വേഷങ്ങളും അവാർഡുകളും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.